മുഖ്താറാത്തുൻ നബവി മാനദണ്ഡങ്ങളും പ്രാമാണികതയും വിമർശനങ്ങളും എന്ന വിഷയം ദാറുൽ ഹുദ ഫിഖ് ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥി ഇസ്ഹാഖ് വയനാട് അവതരിപ്പിക്കുന്നു. അവതരണത്തിന് വേണ്ടി ഇസ്ഹാഖ് വയനാടിനെ ക്ഷണിക്കും. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എനിക്ക് നൽകപ്പെട്ട വിഷയം മുഖ്താറാത്തുൻ നബവി മാനദണ്ഡങ്ങളും പ്രാമാണികതയും വിമർശനങ്ങളും എന്നതാണ്. ആമുഖമൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് മുഖ്താർ എന്ന ഇസ്തിലാഹ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പണ്ഡിതന്മാർ കിതാബുകൾ രചിക്കുമ്പോൾ മുമ്പ് ഇവിടെ ഉസ്താദ് അവതരിപ്പിച്ചു, പല ഇസ്തിലാഹത്ത് നടത്താറുണ്ട്. അതിൽ നിന്ന് നബവി ഇമാം തങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇസ്തിലാഹിനെയാണ് പിൽക്കാല പണ്ഡിതന്മാർ ഏറ്റെടുത്തത്. അതിൽപ്പെട്ട നബവി ഇമാമിൻ്റെ ഒരു ഇസ്തിലാഹായിരുന്നു അൽ മുഖ്താർ എന്ന പദം. ഇതിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, മുഖ്താറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഈ മുഖ്താറും അതുപോലെ തന്നെ അതിൻ്റെ എതിര് നിൽക്കുന്ന റാജിഹ് അല്ലെങ്കിൽ മുഅ്തമദ് എന്ന് പറയുന്ന പദം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെ മുഖ്താറിനെ നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇതിൽ ചർച്ച വരുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന മഹാനായ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ രചിച്ച റിസാലത്തു തംബീഹ് ഇസ്തിലാഹിനെ കുറിച്ചുള്ളൊരു കിതാബാണ്. അതിൽ അദ്ദേഹം പറയുന്നു, മുഖ്താർ എന്ന പദം 3 അർത്ഥത്തിനാണ് ഇതുവരെ ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. ഒന്നാമത്തത്, അഥവാ പ്രബലമായ വീക്ഷണപ്രകാരം ഇഖ്തിയാറിൻ്റെ അല്ലെങ്കിൽ മുഖ്താറിൻ്റെ ഒന്നാമത്തെ അർത്ഥം തെളിവടിസ്ഥാനത്തിൽ മദ്ഹബിൽ മുഅ്തമദിനെതിരായ ഒരാളുടെ സ്വന്തം അഭിപ്രായമാണ്. ഫവായിദ് മദനിയയിൽ ഈ അർത്ഥം സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേതായിട്ട് മുഖ്താർ ഉപയോഗിച്ചത് മുഅ്തമദ് എന്നതിന് പര്യായമായിട്ടാണ്. മൂന്നാമത്തേതായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നബവി ഇമാമിൻ്റെ തഹ്ഖീഖ് എന്ന കിതാബിൽ അദ്ദേഹം കൊണ്ടുവന്ന മുഖ്താർ എന്ന പദം. ഇങ്ങനെ 3 രീതിയിലാണ് മുഖ്താറിനെ ഉപയോഗിക്കപ്പെട്ടുള്ളത്. ആദ്യമായി അർത്ഥത്തെ സൂചിപ്പിക്കുന്ന നിർവചനം നോക്കിയാൽ അതിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം അലീജി സുലൈമാനുൽ ഖുർദിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തദ്കിറത്തുൽ ഇഖ്വാൻ എന്ന ഗ്രന്ഥത്തിൽ മുഖ്താർ എന്നാൽ ഹുവല്ലദി ഇസ്തംബതഹുൽ മുഖ്താറു ഐ അൽ ഫഖീഹു അനിൽ അദില്ലത്തിൽ ഉസൂലിയ ബിൽ ഇജ്തിഹാദ് ഐ അലൽ ഖൗലി ബി അന്നഹു യതജസ്സഉ വഹുവൽ അസഹ് മിൻ ഗൈരി നഖ്ലിൻ ലഹു മിൻ സാഹിൽ മദ്ഹബ് ഫഹീനഇദിൻ യകൂനു ഖാരിജൻ അനിൽ മദ്ഹബി വലാ യുഅവ്വലു അലൈഹി. അഥവാ മുഖ്താർ എന്നാൽ ഉസൂലി ദലീൽ വെച്ചിട്ട് ഇജ്തിഹാദ് കൊണ്ട് ഒരു ഫഖീഹ് രേഖപ്പെടുത്തുന്ന അഭിപ്രായമാണ്. അത് മദ്ഹബിൽ നിന്ന് പുറത്തു പോയതും അതിനെ അവലംബിക്കാവതുമല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഇജ്തിഹാദ് പണ്ഡിതന്മാർ നടത്തുന്നത് തജസ്സുഉൽ ഇജ്തിഹാദ് എന്ന വാദപ്രകാരമാണ്. അഥവാ ഓരോ ബാബിലും നമുക്ക് ഇജ്തിഹാദ്, ഒരു മുജ്തഹിദിൻ്റെ ദർജയിലെത്തിയ ആളുകൾക്ക് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റും എന്ന വാദത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇനി രണ്ടാമത്തെ അർത്ഥം, അഥവാ മുഖ്താറിനെ മുഅ്തമദ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിലേക്ക് വന്നാൽ, നമ്മൾ നോക്കുകയാണെങ്കിൽ മുഅ്തമദ് എന്നാൽ ആദ്യകാലങ്ങളിൽ റാജിഹ് എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അഥവാ പ്രബലമായ എന്ന അർത്ഥത്തിൽ വന്നത്. ഇമാം റാസി റഹിമഹുല്ലാ തൻ്റെ മഹ്സൂൽ എന്ന കിതാബിൽ പറയുന്നു, തർജീഹ് എന്നതിൻ്റെ നിർവചനം തഖ്വിയത്തു അഹദി തരീഖൈനി അലൽ ആഖരി ലിയുഅലമൽ അഖ്വ ഫയുഅമല ബിഹി വയുത്റഹൽ ആഖർ. പരസ്പരം വിരുദ്ധമായ 2 അഭിപ്രായങ്ങളിൽ ഒന്നിന് മറ്റൊന്നിനേക്കാൾ പ്രാബല്യം നൽകുകയും കൂടുതൽ ശക്തമായത് ഏതാണെന്ന് നിർണയിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയും അപ്രബലമായതിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് തർജീഹ് എന്ന് പറഞ്ഞാൽ.
പിന്നീട് ഇമാം റാഫിഈ റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ല അവർ രണ്ടുപേരും മദ്ഹബിൽ വന്ന കിതാബുകളെ മുഴുവൻ പരതി നമുക്ക് തർജീഹ് ഏതെന്ന് നിർണയിച്ചു തന്നു. അതിനുശേഷം ഈ രണ്ട് ഇമാമുകൾക്ക് ശേഷം വന്ന പണ്ഡിതന്മാർ മുഴുവനും ഇജ്മാ ആയ വിഷയമാണ്. ഫത്ഹുൽ മുഈനിൽ നമുക്ക് പറയുന്നത് കാണാം, അൽ മുഅ്തമദു ഫിൽ മദ്ഹബി ബിഅന്നഹു മത്തഫഖ അശ്ശൈഖാനി ഫമാ ജസമ ബിഹി നവവി ഫറാഫിഈ. മുഅ്തമദ് എന്നാൽ രണ്ട് ശൈഖാനി അഥവാ ഇമാം നവവിയും ഇമാം റാഫിഈയും ഒരുപോലെ പറഞ്ഞ അഭിപ്രായം, അതാണ് മുഅ്തമദ് എന്നാൽ ആദ്യം നാം മുന്തിക്കേണ്ടത്. ഇനി രണ്ടുപേർക്കും ഒരേ അഭിപ്രായം വന്നിട്ടില്ലെങ്കിൽ, രണ്ടുപേരും ഇഖ്തിലാഫായാൽ അതിൽ നാം നവവി ഇമാമിനെ മുന്തിക്കണം. അതുമില്ലെങ്കിൽ ഒരു വിഷയത്തിൽ നവവി ഇമാമിനെ തീരെ അഭിപ്രായം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നാം റാഫി ഇമാം പറഞ്ഞത് മുഅ്തമദായി സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ആശങ്ക വരുന്നത്, ഇമാം ഇബ്നു ഹജർ തങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ആശങ്കയുണ്ട്. അഥവാ മുഖ്താർ എന്ന പദത്തെ മുഅ്തമദ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ്. പണ്ടുള്ള ഉലമാക്കൾ അങ്ങനെ ഉപയോഗിച്ചു പോതിരുന്നു. അത് അന്നത്തെ കാലത്ത് നാം മുമ്പ് പറഞ്ഞതുപോലെ, ഇന്നലത്തെ വിഷയത്തിലൊക്കെ പറഞ്ഞതുപോലെ, ഓരോ ഇസ്തിലാഹും കാലങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഉപയോഗങ്ങളിൽ മാറ്റം വരും. നവവി ഇമാം വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞതാണ് ഇസ്തിലാഹായിട്ട് എല്ലാവരും അംഗീകരിക്കാറ്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള ഉലമാക്കൾ മുഖ്താർ എന്ന പദം മുഅ്തമദ് എന്നതിനും അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനും ഉപയോഗിച്ചിരുന്നു. നവവി ഇമാമിന് ശേഷമുള്ള പണ്ഡിതന്മാർ മുഖ്താർ എന്ന പദം മുഅ്തമദ് എന്നതിനായി ഉപയോഗിക്കുന്നതിനെ എതിർത്തുകൊണ്ട് ശറഹുൽ ഉബാബ് അൽ ഇയാബ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഹജർ സുബിക്കി ഇമാമിനെയും അതുപോലെ തന്നെ മുസജ്ജദ് ഇമാമിനെയും അതിൽ ഖണ്ഡിച്ചുകൊണ്ട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. മൂന്നാമത്തെ അർത്ഥമാണ് ഇമാം നവവി ഇമാം തൻ്റെ തഹ്ഖീഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ നിർവചനം. ومتى جاء شيء رجحته طائفة يسيرة وكان الدليل الصحيح الصريح يؤيده قلت المختار كذا فيكون المختار تصريحا بأنه الراجح دليلا وقالت به طائفة قليلة وأن الأكثر أشهر في المذهب خلافه. അഥവാ ഒരു വിഷയത്തിൽ ന്യൂനപക്ഷം പണ്ഡിതന്മാർ സ്വീകരിച്ച ഒരു അഭിപ്രായത്തെ വ്യക്തവും പ്രാമാണികവുമായ തെളിവുകൾ പിന്തുണയ്ക്കുന്നതായി ഞാൻ കണ്ടാൽ അതിനെ ഞാൻ അൽ മുഖ്താർ എന്ന് പറഞ്ഞ് വിശദീകരിക്കും. മദ്ഹബിൽ പ്രബലമായതിനോട് അത് എതിരായേക്കാം എന്നാണ് അദ്ദേഹം മുഖ്താറിൻ്റെ താരീഫ് വിശദീകരിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഇഖ്തിയാറിലെ ഇമാം നവവിയുടെ മൻഹജിനെ ആണ് നാം വിവരിക്കുന്നത്. നമുക്കറിയാം, നവവി ഇമാം കിതാബുകൾ രചിക്കുമ്പോൾ അദ്ദേഹം മജ്മുഅയുടെ മുഖദ്ദിമയിൽ പറയുന്നത് പോലെ മുമ്പ് രചിക്കപ്പെട്ട മുതഖദ്ദിമുകൾ രചിച്ച എല്ലാ കിതാബുകളും അദ്ദേഹത്തിന് കഴിയും വിധം പരതി നോക്കിയിട്ടാണ് ഞാൻ കിതാബുകൾ രചിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് വെറുതെയല്ല, തെളിവുകൾക്ക് അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതനായതിന് കാരണത്താൽ തന്നെ കൂടുതൽ ഹദീസിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ഹദീസിൽ സ്വഹീഹ് ഏത് ദഈഫ് ഏത് എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ട് അദ്ദേഹം തെളിവടിസ്ഥാനത്തിൽ ഇഖ്തിയാർ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തഹ്ഖീഖിൽ പറഞ്ഞ തഅരീഫിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഇഖ്തിയാറുള്ള മൻഹജ് ഒന്നാമത്തതായിട്ട് ഒരു വ്യക്തമായ സ്വരീഹായ ഖവിയായ ഒരു ദലീൽ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തതായിട്ട് ഒരു പറ്റം പണ്ഡിതർ, അത് നമ്മുടെ മദ്ഹബിലുള്ളിലെ അസ്ഹാബാവട്ടെ അതല്ല മറ്റു മദ്ഹബിലെ അഭിപ്രായങ്ങളാവട്ടെ, അവരുടെ അഭിപ്രായവും തൻ്റെ അഭിപ്രായത്തിന് യോജിക്കുന്നതാകും. അതുപോലെ തന്നെ മൂന്നാമത്തതായിട്ട് മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം തൻ്റെ ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ വിയോജിപ്പുണ്ടായേക്കാം. ഇനി അദ്ദേഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെടുക എന്നുള്ളതാണ്. അതിനുദാഹരണമായിട്ട് നമുക്ക് നോക്കാം, നമ്മൾ ഇമാം നവവിയുടെ മുഖ്താറാത്ത് നോക്കുകയാണെങ്കിൽ, ഈ അടുത്ത് ഒരു പണ്ഡിതൻ സലീം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അതിൽ പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം നവവിയുടെ മുഖ്താറാത്തുകൾ എണ്ണുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഏകദേശം 56ഓളം ഇഖ്തിയാറാത്താണ് അദ്ദേഹം മദ്ഹബിനെതിരായിട്ട് നടത്തിയിട്ടുള്ളത്. അതിൽ ഉദാഹരണങ്ങൾ പലതുമുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. എഴുത്തിദാല്, അതുപോലെ തന്നെ രണ്ട് ശുദൂകൾക്കിടയിലുള്ള ഇരുത്തം നാം
പറയാറുള്ളത് പോലെ അത് റുക്കുവിനേക്കാളോ അല്ലെങ്കിൽ സുജൂദിനേക്കാളോ നീളാൻ പാടില്ല, ദീർഘിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബിൽ മുഅ്തമദ്. ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ് മുഅ്തമദ്. പക്ഷേ സ്വഹീഹായ ദലീലിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം നവവി ഇമാം ഇഴ്തിദാലും അതുപോലെ തന്നെ ഇടയിലെ ഇരുത്തവും ദീർഘിപ്പിക്കാം എന്നുള്ള വീക്ഷണം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ അദ്ദേഹത്തിന് മാനദണ്ഡമായി പറയാവുന്നത് ഹദീസിൽ സ്ഥിരപ്പെടാത്തതിന് ഉർഫിൻ്റെ ഹുക്ം കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈഉൽ മുആതാത്ത് അഥവാ ഈജാബും കബൂലുമില്ലാതെ കച്ചവടം സ്വഹീഹാവുകയില്ല എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബിൽ പ്രബലം. അത് ചെറിയ വസ്തുക്കളായാലും വലിയ ഭൂമി, മൃഗങ്ങൾ അതുപോലത്തെ വസ്തുക്കളായാലും ഈജാബും കബൂലുമില്ലാതെ സ്വഹീഹാവുകയില്ല എന്നാണ് നമ്മുടെ മദ്ഹബിൽ പ്രബലം. എന്നാൽ ഇമാം നവവി ഇമാം മുഖ്താറാക്കിയത് ഈജാബും കബൂലും ആവശ്യമില്ല, ബൈഉൽ മുആതാത്ത് അഥവാ സീഗയില്ലാതെ തന്നെ ചെറിയ ചെറിയ വസ്തുക്കളിൽ കച്ചവടം സ്വഹീഹാകും എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മദ്ഹബിൽ അതിനൊരു തെളിവില്ല, സാബിത്തായ സ്ഥിരപ്പെട്ട ഒരു തെളിവില്ല, അതുകൊണ്ട് തന്നെ നാം ഉർഫിലേക്ക് മടങ്ങണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ പൊതുജനങ്ങളൊക്കെ ഈജാബും കബൂലും പറഞ്ഞിട്ടല്ല കച്ചവടങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഉർഫിനെ പരിഗണിച്ചുകൊണ്ട് നാം ഹുക്മ നൽകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ മാനദണ്ഡമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റു ഉലമാക്കൾ ആ വിഷയത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി അദ്ദേഹത്തിന് ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ബൈഉൽ മുആതാത്ത് എന്ന വിഷയത്തിൽ ഇബ്നു സുറൈജ് റഹിമഹുല്ലാ തങ്ങളുടെയും മുതവല്ലി ഇമാം, ബഗ്വി ഇമാം, റൂയാനി ഇമാം എന്നിവരുടെയൊക്കെ ഖൗൽ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ഇവരൊക്കെ പറയുന്നുണ്ട് ബൈഉൽ മുആതാത്ത് എന്നുള്ളതാണ് നാം പരിഗണിക്കേണ്ടത്, ഈജാബും ഖബൂലും എന്നുള്ള സീഗ പ്രയോഗം വേണ്ടതില്ല. ചെറിയ ചെറിയ കച്ചവടങ്ങൾ, ചെറിയ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നതിൽ നടത്തുന്നതിൽ സീഗയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അതേ അഭിപ്രായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ സംവദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു മദ്ഹബിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും അദ്ദേഹം ഉദ്ധരിക്കാറുണ്ട്. ഈ വിഷയത്തിൽ ബൈഉൽ മുആതാത്തിൻ്റെ വിഷയത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലയുടെയും ഇമാം ഹനഫി റഹിമഹുല്ലയുടെയും അഭിപ്രായമാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നാലാമത്തതായി നമുക്ക് എണ്ണാൻ കഴിയുന്നത് ഒരു സംശയമുണ്ടായാൽ, ശക്കുണ്ടായാൽ അവിടെ അസലിൻ്റെ ഹുക്മ നൽകുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഒരാൾ ഒരു വെള്ളം രണ്ട് കുല്ലത്തുണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ അതിൽ ഒരു നജസ് വീണത് അദ്ദേഹം കണ്ടാൽ അത് നജസാകുമോ ഇല്ലയോ എന്നുള്ളതാണ് മസ്അല. നമ്മുടെ മദ്ഹബിലെ പ്രബല വീക്ഷണ പ്രകാരം യഖീനില്ല എന്നുള്ളത് കൊണ്ട് ആ വെള്ളം നജസാകും എന്നുള്ളതാണ്. എന്നാൽ നവവി ഇമാം മുഖ്താറാക്കുന്നത് അത് നജസാകില്ല എന്നുള്ളതാണ്. കാരണം അവിടെ സംശയമേ നിലനിൽക്കുന്നുള്ളൂ, ഉറപ്പില്ല. അതുകൊണ്ട് അതിനെ അസ്ലിലേക്ക് മടക്കണം, ശുദ്ധിയുണ്ട് എന്നുള്ളതാണ് അതിന് അസ്ല് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ഇമാം ഗസാലി റഹിമഹുല്ലയുടെയും ഇമാമുൽ ഹറമൈനിയുടെയും ഖൗലാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. എന്ന് മാത്രമല്ല മറ്റു ഈ വിഷയത്തിൽ വന്ന 7ഓളം വജ്ഹുകൾ അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു മാനദണ്ഡമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടായാൽ അതിൽ ഖാസിനെ ആമിനേക്കാൾ മുന്തിക്കണം എന്നുള്ളതാണ്. നാം പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഉദു മുറിയുന്ന കാര്യങ്ങളിൽ നമ്മുടെ മദ്ഹബിൽ പ്രബലമായത് 4 കാര്യങ്ങളാണ് എണ്ണാറുള്ളത്. എന്നാൽ നവവി ഇമാം ഒന്നുകൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് പറയുന്നത് ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ ഉദു മുറിയും എന്നുള്ളതാണ്. അക്ലു ലഹ്മിൽ ജസൂർ, അതിനെയാണ് അദ്ദേഹം മുഖ്താറാക്കുന്നത്. അത് നമ്മുടെ മദ്ഹബിൽ ഖദീമായ ഒരു അഭിപ്രായമാണ്, ജദീദിൽ മുറിയുകയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഖദീമിനെ മുഖ്താറാക്കാൻ കാരണം അതിൽ 2 ഹദീസ് അദ്ദേഹത്തിന് ദലീലായി ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസും രണ്ടാമത്തത് ബറാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസും. അതിൽ പറയുന്നത്, അതിൽ ഒരാൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ ആടുമാംസം കഴിച്ചാൽ നോമ്പ് മുറിയുമോ? അപ്പോൾ നബി തങ്ങൾ പറയും, ഇല്ല. ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ വുദു മുറിയുമോ? അതെ എന്നാണ് ഉത്തരം നൽകുന്നത്. ഇതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ മദ്ഹബിൽ മുഅ്തമദായ അഭിപ്രായത്തിൻ്റെ തെളിവായിട്ട് പറയുന്നത് കാന ആഖിറൽ അംറൈനി
മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കുൽ വുദൂഇ മിമ്മാ മസ്സത്തിന്നാർ എന്നുള്ളതാണ്. ഇത് ആമായ ഹദീത്താണ്, അഥവാ എന്ത് ഭക്ഷിച്ചാലും വുദൂ മുറിയുകയില്ല എന്നുള്ള ഒരു ആമായ അർത്ഥമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ രണ്ട് ഹദീത്തുകൾക്കിടയിൽ ഏതാണ് നാസിഖ് ഏതാണ് മൻസൂഖ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് ഖിലാഫുള്ളത് കൊണ്ട് തന്നെ നബവി ഇമാം പറയുന്നു, ഇത് മുഅ്തമദിൽ തെളിവ് പിടിക്കുന്ന ഹദീസ് ആമായതാണ്. മറ്റു രണ്ട് ഹദീസുകൾ സ്വഹീഹായി വന്നതുകൊണ്ട് തന്നെ ആ ഖാസിനെ ആമിനേക്കാൾ മുന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ വുദൂ മുറിയും എന്ന ഖദീമായ അഭിപ്രായത്തിനാണ് നബവി ഇമാം മുഖ്താറാക്കുന്നത്. ഇനി നബവി ഇമാം തൻ്റെ കിതാബുകളിൽ മുഖ്താറാക്കുന്ന രീതികൾ എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലായിടത്തും ഒരേ രീതിയല്ല അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ചിലയിടത്ത് ദലീലുകൾ ഉദ്ധരിക്കും, ചിലയിടത്ത് അസ്ഹാബിൻ്റെ വുജൂഹുകൾ ഉദ്ധരിക്കും, ചിലയിടത്ത് ഇതൊന്നുമില്ലാതെ മുഖ്താർ ഇതാണ് മദ്ഹബ് ഇതാണ് എന്നൊക്കെ പറയും. അതിലൊരു 3 രീതികൾ മാത്രം നമ്മളുടെ സമയപരിമിതി മൂലം പറയുകയാണ്. ആദ്യം മദ്ഹബിൽ പ്രബലമായത് പറയുകയും തുടർന്ന് മുഖ്താർ ഇതാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യും. ഉദാഹരണം, റൗദയിൽ നബവി ഇമാം പറയുന്നുണ്ട്, അൽ മഅറൂഫു ഫിൽ മദ്ഹബി അന്നഹു ലാ യജൂസുൽ ജംഉ ബിൽ മറദി. രോഗം കാരണം നിസ്കാരത്തെ ജംഉ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബിൽ അറിയപ്പെട്ട മുഅ്തമദായ അഭിപ്രായം. എന്നാൽ ഇവിടെ നബവി ഇമാം പറയുന്നു, ഖുൽതു അൽ ഖൗലു ബി ജവാസിൽ ജംഉ ബിൽ മറദി ളാഹിറുൻ മുഖ്താറുൻ എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു രീതിയാണ്, ആദ്യം പ്രബലമായത് പറയുകയും തുടർന്ന് തെളിവ് ഉദ്ധരിക്കുകയും മദ്ഹബ് ആ തെളിവിന് എതിരാണെന്ന് പറഞ്ഞ് ദലീൽ അടിസ്ഥാനത്തുള്ളതിനെ നബവി ഇമാം മുഖ്താറാക്കുകയും ചെയ്യും. അതിന് ഉദാഹരണമായി പറയുന്നത്, ആദ്യം മുഅ്തമദായ അഭിപ്രായ പ്രകാരം നാം നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തിദാലും സുജൂദുകൾക്കിടയിലെ ഇരുത്തവും ദീർഘിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നിട്ട് അതിന് തെളിവായി ഉദ്ധരിക്കുന്നു. ശറഹ് മുസ്ലിമിൽ നബവി ഇമാം പറയുന്നു, ثم قال طويلا قريبا مما ركع ثم سجد هذا فيه دليل جواز تطويل الاعتدال عن الركوع واصحابنا يقولون لا يجوز ويبطلون به الصلاه. അപ്പോൾ ഇവിടെ നബി തങ്ങൾ എഴുത്തിദാലും സുജൂദുകൾക്കിടയിലെ ഇരുത്തവും ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസ് തെളിവടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെ മുഖ്താറാക്കുകയാണ്. മൂന്നാമത്തെ രീതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ഹദീസ് മുഅ്തമദിൻ്റെ ഹദീസ് ളഈഫാണെന്ന് സ്ഥാപിക്കുകയും അത് സ്വഹീഹിൽ സ്ഥിരപ്പെടാത്തതിനാലും അതിൻ്റെ എതിരിൽ മുഖ്താറാക്കുകയും ചെയ്യും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, അൽ മാഉൽ മുഷമ്മസ് അഥവാ സൂര്യപ്രകാശം മൂലം ചൂടായ വെള്ളം, അതുകൊണ്ട് അത് ഉപയോഗിക്കൽ കറാഹത്താണ് എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലം. എന്നാൽ അതിൽ വന്ന ഹദീസ് ആയിട്ട് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ ഹുമൈറ ലാ തഫ്അലി ഹാദാ ഫഇന്നഹു യൂരിസുൽ ബറസ് എന്ന ഹദീസാണ് അതിൽ ഉദ്ധരിക്കുന്നത്. അഥവാ മാഉൽ മുഷമ്മസ് ഉപയോഗിച്ചാൽ അതുകൊണ്ട് വെള്ളപ്പാണ്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഹദീസാണ് ഉദ്ധരിക്കുന്നത്. എന്നാൽ ആ ഹദീസ് ളഈഫാണ്, അല്ല മൗദൂആണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് നബവി ഇമാം മാഉൽ മുഷമ്മസ് ഉപയോഗിക്കുന്നത് കറാഹത്തില്ല എന്ന മുഖ്താർ നടത്തുന്നത്. അതിനെ അദ്ദേഹം ഖിയാസാക്കുന്നത് പുഴയിലും അതുപോലെ തന്നെ കുളത്തിലും ഉള്ള വെള്ളം, അത് സൂര്യപ്രകാശത്തിൽ ചൂടായാൽ അത് ഉപയോഗിക്കുന്നതിൽ കറാഹത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഉലമാക്കളുടെ അഭിപ്രായം. അതുപോലെ തന്നെയാണ് പാത്രത്തിലുള്ള വെള്ളം സൂര്യപ്രകാശം കൊണ്ട് ചൂടായാൽ അതും ഉപയോഗിക്കൽ കറാഹത്തില്ല എന്ന് മുഖ്താറാക്കുന്നത്. ഇനി നബവി ഇമാമിൻ്റെ ഇഖ്തിയാറാക്കുന്ന രീതി, പല കിതാബുകൾ എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ആദ്യം നബവി ഇമാമിൻ്റെ കിതാബുകളിൽ നിന്ന് വെച്ച് ഏറ്റവും ഒന്നാം സ്ഥാനമുള്ള, മുന്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള തഹ്ഖീഖ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ അവസാന കാലങ്ങളിൽ രചിച്ച കിതാബായതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായ രീതിയിൽ മുഖ്താറിനെ കൊണ്ടുവന്ന ഒരു ഗ്രന്ഥമാണ് തഹ്ഖീഖ്. അതിൽ ആദ്യത്തെ മസാല ഈ മാഉൽ മുഷമ്മസിൻ്റെ രീതി തന്നെയാണ് പറയുന്നത്. അവിടെ മദ്ഹബിൽ കറാഹത്താണെന്ന പ്രബലം അഭിപ്രായം പറയുകയും അതിനുശേഷം മുഖ്താർ കറാഹത്തില്ല എന്നതാണ് എന്ന് സ്ഥാപിക്കുകയും നേരത്തെ പറഞ്ഞ ആ മസലയോട് ഖിയാസാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവിടെ കൂടുതൽ തെളിവുകളോ മറ്റു അസ്ഹാബികളുടെ ഖൗലുകളോ ഒന്നും ഉദ്ധരിക്കുന്നില്ല. കാരണം തഹ്ഖീഖ് വളരെ ചുരുങ്ങിയ ഗ്രന്ഥമാണ്. അതിൽ ഇത്ര വിശദീകരിച്ച് നബി ഇമാം ചർച്ച ചെയ്തിട്ടില്ല. ഇനി
അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് മജ്മൂഇൻ്റെ വിഷയത്തിൽ ഇഖ്തിയാറിനെ എങ്ങനെയാണ് ചർച്ച ചെയ്ത് നോക്കുകയാണെങ്കിൽ, മജ്മൂ എന്ന് നമുക്കറിയാം. മജ്മൂ എന്നാൽ ഫിഖ്ഹുൽ മുഖാരിൻ അഥവാ താരതമ്യ പഠനത്തിൽ ഏറ്റവും മദ്ഹബിൽ പ്രശസ്തമായ ഗ്രന്ഥമാണ്. അതിൽ മറ്റു മദ്ഹബുകൾക്കിടയിലെ അഭിപ്രായങ്ങളും മറ്റു മദ്ഹബുകളുടെ അഭിപ്രായങ്ങളും മറ്റു ഉലമാക്കളുടെ അഭിപ്രായങ്ങളും തെളിവുകളും എല്ലാം ഉദ്ധരിച്ചാണ് ഇമാം ഹുക്കുമുകൾ വിശദീകരിക്കാറ്. നേരത്തെ നാം പറഞ്ഞ മസ്അല പറയുമ്പോൾ അദ്ദേഹം ആദ്യം മദ്ഹബിൽ റാജിഹായ അഭിപ്രായം പറയും, എന്നിട്ട് അതിൻ്റെ ദലീൽ ദഈഫാണ് എന്ന് സ്ഥാപിക്കും. അതിനുശേഷം ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഇത് കറാഹത്തില്ല എന്ന അഭിപ്രായമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ശേഷം 7ഓളം പണ്ഡിതരുടെ വജ്ഹുകൾ ഉദ്ധരിക്കുന്നു. അതായത് മജ്മൂഇൽ അദ്ദേഹം ഈ മുഖ്താർ അല്ലെങ്കിൽ മുഅ്തമദ് ചർച്ച ചെയ്യുമ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിൽ ഉലമാക്കൾ കൊണ്ടുവന്ന അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യാറ്. അതോടൊപ്പം അത് മുഅ്തമദിൻ്റെ ദലീലും അതുപോലെ തന്നെ അദ്ദേഹം മുഖ്താറാക്കുന്നതിൻ്റെ ദലീലും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇനി റൗളത്തു ത്വാലിബീനിലേക്ക് നാം പോയാൽ ഫവായിദ് മക്കിയയിൽ വ്യക്തമാക്കിയതുപോലെ റൗളയിൽ ദലീലടിസ്ഥാനത്തിൽ മുഖ്താർ എന്ന് പറയാത്തിടത്തൊക്കെ അത് മദ്ഹബിൽ അസ്ഹഹ് അല്ലെങ്കിൽ സഹീഹ് എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. കാരണം സുലൈമാനുൽ ഖുർദി തൻ്റെ ഫവായിദ് മദനിയിൽ വിവരിക്കുന്നു, അദ്ദേഹം റൗളയിൽ മുഖ്താർ എന്ന് പ്രയോഗം നടത്തിയ ചില മസ്അലകൾ അത് മജ്മൂഇലേക്ക് വരുമ്പോൾ അവിടെ സഹീഹ് എന്നോ അല്ലെങ്കിൽ അസ്ഹഹ് എന്നോ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാകുന്നത് റൗളയിൽ പലയിടത്തും മുഖ്താർ എന്ന് ഉപയോഗിച്ചത് മുഅ്തമദ് എന്ന അർത്ഥത്തിലായിരിക്കണം. നമുക്കറിയാം റൗള എന്നുള്ളത് അദ്ദേഹം തൻ്റെ ആദ്യ കാലങ്ങളിൽ രചിച്ച കിതാബാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് മുഖ്താർ എന്ന പദം പണ്ഡിതന്മാർക്കിടയിൽ മുഅ്തമദ് എന്നതിനും അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനും ഉപയോഗിച്ചുകൊണ്ട് തന്നെ രണ്ടർത്ഥങ്ങൾക്കും അത് ഉപയോഗിക്കാറുണ്ട്. പിന്നീട് അവസാന കാലങ്ങളിൽ രചിച്ച തഹ്ഖീഖ് എന്ന കിതാബിലേക്ക് വരുമ്പോഴാണ് മുഖ്താർ എന്ന പദം അദ്ദേഹം കൃത്യമായി തൻ്റെ മുഖ്താറാണ് എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. ഇനി മിൻഹാജിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മുഹററിൽ നിന്ന് മുഖ്തസറാക്കിയ ഗ്രന്ഥമാണ് മിൻഹാജ്. മുഖ്തസറായതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അതിനുശേഷം വന്ന ഷാരിഹുകൾ നബിമാമിൻ്റെ മുഖ്താർ ഇതാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്യാറ്. മുഅ്തമദ് പറഞ്ഞതിന് ശേഷം ഇഖ്താർ അൽ മുസന്നിഫു കഥ അല്ലെങ്കിൽ ഇഖ്താർ അൻ നവവി കഥ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്താറുള്ളത്. മിൻഹാജിൽ നബിമാം സ്വന്തമായി മുഖ്താർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി ശറഹ് മുസ്ലിമിലേക്ക് നോക്കിയാൽ ഹദീസിലും ഫിഖ്ഹിലും ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണല്ലോ ശറഹ് മുസ്ലിം. അതിൽ അദ്ദേഹം വാക്കാർത്ഥങ്ങൾ പറയുന്നതിനോട് പുറമെ ചരിത്രങ്ങളും ഉലമാക്കളുടെ അഭിപ്രായങ്ങളും മദ്ഹബുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനെ ഹദീസ് വിശദീകരിക്കുന്നത്. അതിൽ തൻ്റെ മുഖ്താർ കൂടി ചിലയിടങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇനി മൂന്നാമത്തെ നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇഖ്തിയാറിൽ പിൽക്കാല പണ്ഡിതരുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാം. ആദ്യം പൊതുവെ ഉലമാക്കളുടെ ഇഖ്തിയാർ, നബിമാം എന്നല്ല, മൊത്തത്തിൽ ഇഖ്തിയാറിനെ എങ്ങനെയാണ് പണ്ഡിതർ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. അതിനെ അനുകൂലിച്ചവരുമുണ്ട്, പ്രതികൂലിച്ചവരുമുണ്ട്. അനുകൂലിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇമാം ഷാഹ് വലിയുള്ള ദഹ്ലവിയുടെ അൽ ഇൻസാഫ് ഫി ബയാനി അസ്ബാബിൽ ഇഖ്തിലാഫ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഫതാവ ഇബ്നു സിയാദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ സിറാജുദ്ദീൻ അൽ ബുൽഖൈനി റഹിമഹുല്ലയോട് 2 ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. അതിന് അദ്ദേഹം മറുപടി നൽകിയത് മദ്ഹബിനോട് എതിരായ വിധത്തിലാണ്, അഥവാ സ്വന്തം മുഖ്താറാക്കിയ ഒരു അഭിപ്രായം കൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരമായി മറുപടി നൽകിയത്. എന്നിട്ട് ഇമാം ഇബ്നു സിയാദ് തങ്ങൾ പറയുന്നുണ്ട്, സിറാജുദ്ദീൻ ബുൽഖൈനി റഹിമഹുല്ല മുഖ്താറാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും എതിർക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഇജ്തിഹാദിൻ്റെ ദർജയിലെത്തിയ ഒരാളായതിനാൽ തന്നെ അദ്ദേഹത്തെ എതിർക്കുന്നത് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇജ്തിഹാദിന് കഴിവുള്ള ഒരാൾ ഇഖ്തിയാർ ചെയ്താൽ നിരുപാധികം അതിനെ നാം തള്ളരുത് എന്നുള്ളതാണ്. അതുപോലെ തർശീഹുൽ മുസ്തഫീദീൻ എന്ന ഗ്രന്ഥത്തിൽ, ഫത്ഹുൽ മുഈൻ്റെ ഹാഷിയയായ തർശീഹുൽ മുസ്തഫീദീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അലവി ബിൻ അഹ്മദ് അസ്സഖാഫ് റഹിമഹുല്ലാഹ് പറയുന്നു, ബഅദു അസ്ഹാബി ശാഫിഈ മുൻതസിബീന ഖദ് ഇഖ്താറു ഖൗലൻ മുഖാലിഫൻ ലിനസ്സ് ശാഫിഈ റഹിമഹുല്ലാഹ് ഹസ്ബ ഇജ്തിഹാദിഹിം.
ഫയജൂസു തഖ്ലീദുഹും ബിശുറൂത്ത്. ഷാഫി ഇമാമിൻ്റെ നസ്സിനെതിരായി പല അസ്ഹാബുകളും അവിടെ മദ്ഹബിൽ ഇഖ്തിയാർ ചെയ്യാറുണ്ട്. ആ ഇഖ്തിയാറാത്തിനെ തഖ്ലീദ് ചെയ്യൽ ചില ഷർത്തുകൾ മുഖേന ജായിസാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹം കൂട്ടി പറയുന്നു, യജൂസു തഖ്ലീദുൽ മുഖ്താരീന കന്നവവി വബിനിൽ മുൻദിർ വസ്സുയൂത്തി റഹിമഹുമുല്ലാ ഫി ഇഖ്തിയാറാത്തിഹിം കമാ അഫ്താ ബിഹി ഇബ്നു സിയാദ് തബിഅഹു നാശിരി വഅതമദഹുൽ ജൗഹരി ലിഅന്നഹും മുജ്തഹിദുന ബിന്നിസ്ബതി ലിൽ മസ്അല. അഥവാ നവവി ഇമാമിനെ പോലെ, ഇമാം ഇബ്നുൽ മുൻദിറിനെ പോലെ, സുയൂത്തി ഇമാമിനെ പോലെ ഇഖ്തിയാർ നടത്തിയ പല പണ്ഡിതരുണ്ട്. അവരുടെയൊക്കെ ഇഖ്തിയാറാത്തിനെ അവർ മുജ്തഹിദുകളാണ് എന്ന നിലക്ക് അവരുടെ ഇഖ്തിയാറാത്തിനെ നമുക്ക് തഖ്ലീദ് ചെയ്യാവുന്നതാണ് എന്നത് ഇമാം ഇബ്നു സിയാദും നാശിരി എന്നവരും ജൗഹരി എന്നവരുമൊക്കെ ഫത്വ നൽകിയിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഇഖ്തിയാറിനെ പ്രതികൂലിച്ച് പറഞ്ഞവരാരൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മൾക്ക് അംഗീകരിക്കുന്ന നമ്മുടെ ഇബ്നു ഹജർ തങ്ങൾ, അദ്ദേഹം ഈ ഇഖ്തിയാറിനെ പൊതുവെ എതിരഭിപ്രായം അറിയിക്കുന്ന ആളാണ്. അദ്ദേഹം ഫതാവ കുബറയിൽ പറയുന്നു, ഷാഫി അസ്ഹാബ് മദ്ഹബിനെതിരായി ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പിൻപറ്റാതിരിക്കണം. കാരണം അവർ മുജ്തഹിദ് മുത്ലഖിൻ്റെ പദവിയിലെത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം മുജ്തഹിദ് മുത്ലഖ് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നാം തഖ്ലീദ് ചെയ്യേണ്ടത്. ഇതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഫത്ഹുൽ ജവാദിൽ വിവരിക്കുന്നു, വല്ല കൗലും ദലീൽ അടിസ്ഥാനത്തിൽ മുഖ്താറാക്കപ്പെട്ടാൽ അവൻ മുഖ്താർ ചെയ്തയാളെ തഖ്ലീദ് ചെയ്യരുത്. മറിച്ച് ഏതെങ്കിലും മദ്ഹബിലെ ഇമാം ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമാമിനെയാണ് അവൻ പിൻപറ്റേണ്ടത്. ഉദാഹരണത്തിന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവോ അല്ലെങ്കിൽ മാലിക് റളിയല്ലാഹു അൻഹുവോ അവരെയാണ് പിൻപറ്റേണ്ടത്, അല്ലാതെ ഈ മുഖ്താർ ചെയ്ത ആളെയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ യാനത്തിൽ ബക്രി റളിയല്ലാഹു അൻഹു, ബക്രി ദിമ്യാത്തി റഹിമഹുല്ലാ പറയുന്നു, അൽ അന്നാനി എന്ന പണ്ഡിതൻ ഇഖ്തിയാറിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇഖ്തിയാർ എന്നുള്ളത് മദ്ഹബിൻ്റെ പുറത്തുള്ള അഭിപ്രായമാണ്, അതുകൊണ്ട് തന്നെ അതിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതായി യാനത്തിൽ അന്നാനിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇഖ്തിയാറിനെ തഖ്ലീദ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അതിനെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇഖ്തിയാറിനെ തഖ്ലീദ് ചെയ്യാം എന്നുള്ളതാണ്. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, എല്ലാ കാര്യങ്ങളിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുകയാണെങ്കിൽ ഇബ്നുൽ ജമാൽ എന്ന പണ്ഡിതൻ റഹിമഹുല്ലാ തൻ്റെ ഫത്ഹുൽ മജീദ് ഫി അഹ്കാമി തഖ്ലീദ് എന്ന കിതാബിൽ പറയുന്നു, ദലീൽ അടിസ്ഥാനത്തിൽ മുഖ്താറാക്കപ്പെട്ട ഒരഭിപ്രായം ഭൂരിപക്ഷ പണ്ഡിതർ പറഞ്ഞതിനെതിരാണെങ്കിലും അതിനെ തഖ്ലീദ് ചെയ്യാം. പക്ഷേ അമലിൽ മാത്രം ഒരാൾക്ക് സ്വന്തം അമൽ ചെയ്യാൻ എന്നുള്ള നിലക്ക് തഖ്ലീദ് ചെയ്യാം. മറിച്ച് ഫത്വ കൊടുക്കാനോ അല്ലെങ്കിൽ ഖളാ നടത്താനോ വേണ്ടി ആ മുഖ്താറായ അഭിപ്രായം സ്വീകരിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഖൽയൂബിയിൽ രോഗം കാരണം നിസ്കാരത്തെ ജമ്മ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞെടുത്ത് ഇതേ അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇമാം സുബ്കിയുടെ ഫത്വയിൽ നമുക്ക് കാണാം, ഒരു മുഫ്തി തന്നോട് ചോദിക്കപ്പെട്ട മസ്അലയിൽ എന്തെങ്കിലും മസ്ലഹ ദീനിയായ എന്തെങ്കിലും മസ്ലഹത്ത് കണ്ടാൽ അവൻക്ക് ആ മുഖ്താർ കൊണ്ട് ഫത്വ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അവൻ ആ ഇഖ്തിയാർ ചെയ്ത ആള് ആരാണ് എന്ന് ആ മുസ്തഫ്തിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് പൊതുവെ ഇഖ്തിയാറാത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ഇനി നവവി ഇമാം റഹിമഹുല്ലയുടെ ഇഖ്തിയാറാത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ എന്തൊക്കെയാണ് അഭിപ്രായം പറഞ്ഞതെന്ന് നോക്കാം. അൽ വലിയുദ്ദീൻ അൽ ഇറാഖി അബൂ സറ റഹിമഹുല്ലയെ ഉദ്ധരിച്ച് ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫതാവ കുബ്രയിൽ പറയുന്നു, മദ്ഹബു ശാഫിഈ റളിയല്ലാഹു അൻഹു ലാ യസ്ബുതു ബിഇഖ്തിയാരി നവവി ഫഇന്നഹു യസ്തഅമിലു ഹാദിഹിൽ ഇബാറ ഫീമാ റജഹ ദലീലുഹു ഇൻദഹു ലാ മിൻ ജിഹത്തിൽ മദ്ഹബ് വനഹ്നു ശാഫിഇയ്യത്തുൻ ലാ നവവിയ്യത്തുൻ. അഥവാ ഇമാം ഷാഫിയുടെ മദ്ഹബ് നവവി ഇമാം ഇഖ്തിയാറാക്കുന്നതനുസരിച്ചല്ല സ്ഥിരപ്പെടുന്നത്, മറിച്ച് നാം ഇമാം ഷാഫിയുടെ ഖൗല് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. നാം നവവിയ്യത്തല്ല, അഥവാ നവവിവാദികളല്ല, ഷാഫിഈവാദികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ നവവി ഇമാം പറഞ്ഞതെല്ലാം അംഗീകരിക്കണമെന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഇബ്നു സലാഹിൻ്റെ ഒരു ഖൗലുണ്ട്, അതും അദ്ദേഹം ഫതാവ കുബ്രയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ, ഇദാ ലം യകുൻ അഹദുൻ അഹ്ലൻ ലിതർജീഹി ഫലാ യജൂസു ലഹു ഇത്തിബാഉ ശൈഇൻ മിൻ ഇഖ്തിയാറാത്തിൽ അഇമ്മ ലിഅന്നഹു യുഖല്ലിദു ശാഫിഇയ്യ ദൂന ഗൈരിഹി. ഒരാൾ തർജീഹിൻ്റെ സ്ഥാനത്ത് എത്തിയിട്ടില്ലെങ്കിൽ അവന്
ഏതെങ്കിലും പണ്ഡിതൻ ഇഖ്തിയാർ ചെയ്ത മസ്അല പിന്തുടരാൻ പറ്റുകയില്ല, അവരെ മാത്രമേ പറ്റുകയുള്ളൂ, അതിൽ വന്ന മറ്റു പണ്ഡിതരെ പിന്തുടരരുത് എന്ന് പറയുന്ന ഇബ്നു സലാഹിൻ്റെ മജ്മൂഇൽ ഉദ്ധരിക്കപ്പെട്ട ഖൗലും അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഈ രണ്ട് ഖൗൽ ഉദ്ധരിച്ചതിന് ശേഷം ഫതാവ കുബ്രയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വല്ലാഹിറു മിൻഹുമാ അന്ന മുഖല്ലിദ ശാഫിഈ ലാ യജൂസുൽ ഇത്തിബാഉ ഇഖ്തിയാറാതിഹിം ഇദാ ലം യബ്ലുഗ് ദറജത്തുൽ ഇജ്തിഹാദ്. ഇജ്തിഹാദിന്റെ ദർജയിൽ എത്താത്ത കാലത്തോളം ഒരാൾക്ക് ഇഖ്തിയാറിനെ പിന്തുടരാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നമുക്ക് വാഹിറിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഇസ്നവി ഇമാം റഹിമഹുല്ലാ തൻ്റെ മുഹിമ്മാത്തിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. നവവി ഇമാം മുഅ്തമദിനെതിരായിട്ട് ദലീൽ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാം അമല് ചെയ്യേണ്ടത് റാഫി ഇമാം സ്വഹീഹാക്കിയത് പ്രകാരമാണ്. അഥവാ അതിൽ നമുക്ക് മനസ്സിലാകുന്നത് നവവി ഇമാമിൻ്റെ ഇഖ്തിയാറിനെ പിന്തുടരരുത്, മറിച്ച് റാഫി ഇമാം ആ വിഷയത്തിൽ അഭിപ്രായം അല്ലെങ്കിൽ മുഅ്തമദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നാം പിന്തുടരേണ്ടത്. അതുപോലെ തന്നെ സുല്ലമുൽ മുതഅല്ലിം ഇസ്തിലാഹത്തിനെ കുറിച്ച് വന്ന മിൻഹാജിൻ്റെ ഇസ്തിലാഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കിതാബാണ്. അതിൽ അൽ-അഹ്ദൽ എന്ന പണ്ഡിതൻ പറയുന്നു, ഇഖ്തിയാറാത്തുൻ നവവി കുല്ലുഹാ ദഈഫത്തുൻ മിൻ ഹൈസുൽ മദ്ഹബ്. മദ്ഹബ് വെച്ച് നോക്കുമ്പോൾ നവവി ഇമാമിൻ്റെ ഇഖ്തിയാറാത്ത് മുഴുവനും ദഈഫാണ്. അത് ദലീലടിസ്ഥാനത്തിൽ ഖവിയാണെങ്കിൽ കൂടി മദ്ഹബ് വെച്ച് നോക്കുമ്പോൾ മുഅ്തമദിനോട് നോക്കുമ്പോൾ അത് ദഈഫാണ്. റൗദയിലെ ഇഖ്തിയാറാത്ത് ഒഴികെ നാം നേരത്തെ പറഞ്ഞതുപോലെ റൗദയിൽ ചില സ്ഥലത്ത് അദ്ദേഹം അസഹ് എന്ന അഭിപ്രായത്തിൽ ഇഖ്തിയാർ നടത്തിയിട്ടുണ്ട്. അതൊഴികെ ബാക്കിയുള്ളതെല്ലാം ദഈഫാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ തഅലീഖിൽ ഫഹദ് അബ്ദുള്ള അൽ ഹുബൈഷി എന്ന പണ്ഡിതൻ പറയുന്നു, നാം ഇതുപോലെ ഇഖ്തിയാർ നടത്തിയ പല പണ്ഡിതൻ നമ്മുടെ മദ്ഹബിൽ വന്നിട്ടുണ്ട്. ഖഫാൽ ഷാഷി, ഖാദി ഹുസൈൻ ബഗ്വി, ഇബ്നു ഖുസൈമ റഹിമഹുമുല്ലാ അവരൊക്കെ പോലെ. അപ്പോൾ അവരൊക്കെ ഈ ഇഖ്തിയാർ നടത്തി എന്നുള്ളത് കൊണ്ട് അവരുടെ ഈ അഭിപ്രായങ്ങൾ മാത്രമേ മദ്ഹബിന് പുറത്തു പോകുന്നുള്ളൂ, അവർ മദ്ഹബിൻ്റെ അകത്ത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ ഈ ചില മസ്അലകളിൽ മാത്രം സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയെന്നല്ലാതെ മുഴുവനായിട്ടും മദ്ഹബിൽ നിന്ന് അവരെ വിട്ടുനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇനി നവവി ഇമാമിൻ്റെ ഇഖ്തിയാറിന് ലഭിച്ച സ്വീകാര്യത നാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കാര്യമായിട്ടും ശുറൂഹുൽ മിൻഹാജാണ് നാം ഇപ്പോൾ അവലംബിക്കാറുള്ള കിതാബ്. അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, പണ്ഡിതന്മാർ പറയുന്നു, ഇബ്നു ഹജർ തങ്ങൾ, അതുപോലെ തന്നെ റംലി ഇമാം, ഖതീബ് ശർബീൻ റഹിമഹുല്ലാഹ് ഇവരൊക്കെ പറയുന്നത് ഓരോ മസ്അലയുടെയും മുഅ്തമദ് പറഞ്ഞതിന് ശേഷം ഇഖ്താറൻ നവവിയു കഥ അല്ലെങ്കിൽ ഇഖ്താറുൽ മുസന്നിഫു കഥ എന്നൊക്കെ പറയാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് മറ്റു പണ്ഡിതരുടെ ഇഖ്തിയാറാത്ത് പറയുന്നതിലപ്പുറം കൂടുതലുമായി ഇമാം നവവിയുടെ ഇഖ്തിയാറാത്ത് പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ്. അഥവാ അദ്ദേഹം അഭിപ്രായങ്ങൾ വെറുതെ പറയുന്നതല്ല, അതിന് മദ്ഹബിൽ സ്ഥാനമുണ്ട് എന്ന അർത്ഥത്തിലാണ് അവർ അതിനൊക്കെ ഉദ്ധരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഇഖ്തിയാറിന് ലഭിച്ച ഒരു സ്വീകാര്യതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നവവി ഇമാമിൻ്റെ മുഖ്താറിന് ലഭിച്ച സ്വീകാര്യത രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന്, നവവി ഇമാമിൻ്റെ ഈ ഇഖ്തിയാർ ചെയ്ത ആ മസ്അലയോട് ചില പണ്ഡിതന്മാർക്ക് ചായ്വുണ്ടാകാം. രണ്ടാമത്തത്, ആ ഇഖ്തിയാർ ചെയ്ത മസ്അലയെ തന്നെ പിൽക്കാല ചില പണ്ഡിതർ മുഅ്തമദായി പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഇമാം റഹിമഹുല്ലാ രോഗം കാരണം നിസ്കാരത്തെ ജംഉ ചെയ്യാൻ പറ്റുമെന്ന പറഞ്ഞെഴുത്ത് ഇമാം ദമീരി റഹിമഹുല്ലാ അതിന് ഒന്നുകൂടി സപ്പോർട്ട് നൽകുന്ന മറ്റൊരു ഹദീസ് കൂടി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഹംന ബിൻത് ജഹ്ഷ്, അതുപോലെ തന്നെ സഹ്ല ബിൻത് സുഹൈൽ ബിൻ അംർ റഹിമഹുല്ലാ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഹാദത്ത് കാരണത്താൽ നിസ്കാരം ജംഉ ചെയ്യാൻ കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇസ്തിഹാദത്ത് ഒരു രോഗമാണല്ലോ, അത് കാരണത്താൽ ജംഉ ചെയ്യാൻ പറ്റും എന്ന് ആ പണ്ഡിതൻ പറയുന്നു. അതുപോലെ തന്നെ ഈ അഭിപ്രായത്തെ തന്നെയാണ് ഇമാം ഇബ്നുൽ മുൻദിറും ഇഖ്തിയാർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇസ്നവി ഇമാം റഹിമഹുല്ലാ തൻ്റെ മുഹിമ്മാത്തിൽ പറയുന്നു, ഇമാമിൻ്റെ മുഖ്താർ തന്നെയാണ് റൗദു ത്വാലിബിൽ ഇബ്നുൽ മുഖരി റഹിമഹുല്ലാ. ഈ മസലയിൽ ഇബ്നുൽ മുഖരി ആ മുഖ്താർ തന്നെയാണ് പിന്തുടർന്നിട്ടുള്ളത്, വേറെ മുഅ്തമദ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഖതീബ് ശർബീൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇമാം നവവി ഈ മസലയിൽ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ മഖ്സദിനോട് യോജിച്ചതാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് പ്രവർത്തിക്കാമെന്നാണ് ശർവാനി ഇമാം റഹിമഹുല്ലാ പറയുന്നത്. അതുപോലെ തന്നെ സുബദ് എന്ന കിതാബിൽ ഇബ്നു റസ്ലാൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ബൈത്ത് കൂടി പാടുന്നുണ്ട്. ഫിമാറദിൻ ഖൗലുൻ ജലിയുൻ വഖവി ഇഖ്താറഹു അഹ്മദ് വയഹ്യ നവവി.
അതുപോലെ രണ്ടാമത്തെ ഇഖ്തിയാറിന് ലഭിച്ച സ്വീകാര്യത എന്ന് പറയുന്നത് ഇമാം നവവി ഇഖ്തിയാർ നടത്തിയ മസ്അലയിൽ അതിനെ പിൽക്കാല പണ്ഡിതന്മാർ ചില മസ്അലകൾ റാജിഹാക്കിയിട്ടുണ്ട്. അതാണ് മുഅ്തമദ് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്കറിയാം, ജോലികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കിതാബിലൊക്കെ തുഹ്ഫ, ഫത്ഹുൽ മുഈൻ, നിഹായ എന്ന കിതാബിൽ കാണാൻ സാധിക്കുന്നത് അഫ്ദലുൽ മക്കാസിബി അസ്സിറാഅ സുമ്മ സിനാഅ സുമ്മ തിജാറ, അഥവാ ആദ്യത്തെ ജോലികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കൃഷിയാണ്, ശേഷം സിനാഅത്ത്, പിന്നെ കച്ചവടം. ഈ അഭിപ്രായം ഇമാം മുഖ്താറാക്കിയ അഭിപ്രായമാണ്. ശരിക്ക് പറഞ്ഞാൽ അത് ഹാഷിയത്തുൽ ബാജൂരിയിൽ, ഹാഷിയത്തുൽ ബുജൈമിയിലും ഹാഷിയത്തുൽ ജമലിലും അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഇമാം നവവി ഇഖ്തിയാർ ചെയ്തതാണ്. കാരണം സിറാഅത്ത് എന്നുള്ളത് അതിൽ തവക്കുൽ കൂടുതലുള്ളത് കൊണ്ടും പൊതുജനങ്ങൾക്കും മറ്റു മൃഗങ്ങൾക്കുമെല്ലാം ഉപകാരപ്പെടുക എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് ഏറ്റവും ജോലികളിൽ ഏറ്റവും ശ്രേഷ്ഠത എന്ന് അദ്ദേഹം ഇഖ്തിയാറാക്കുന്നുണ്ട്. പിൽക്കാല പണ്ഡിതർ അതിനെ തന്നെ സ്വീകരിച്ച് മുഅ്തമദായിട്ട് തന്നെ ഉദ്ധരിക്കുന്നു. ഇനി അവസാനമായിട്ടുള്ള ചർച്ചയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇമാം നവവിയുടെ മുഖ്താറാത്തിന് എതിരെ വന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പദപ്രയോഗങ്ങളിൽ വന്ന പ്രശ്നങ്ങളാണ് അധിക പണ്ഡിതരും ഉദ്ധരിക്കുന്നത്. ആദ്യമായിട്ട് മുഖ്താർ എന്നത് അദ്ദേഹം രണ്ടർത്ഥങ്ങളിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ റൗദയിലും അതല്ലാത്ത മജ്മൂ എന്ന കിതാബിലുമൊക്കെ അദ്ദേഹം മുഖ്താർ എന്ന് പറയുന്നിടത്ത് ചില സ്ഥലങ്ങളിൽ മുഖ്താർ എന്നുള്ളത് മുഅ്തമദിന് പകരം ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ബൈഉൽ മുആത്താത്തിൽ അദ്ദേഹം സ്വന്തം അഭിപ്രായം പറയാൻ ഉപയോഗിച്ചതാണെങ്കിൽ മജ്മൂയിൽ തന്നെ അസ്സലാത്തുൽ വുസ്ത എന്ന നിസ്കാരം ഏതാണ് എന്നുള്ളതിൽ ഷാഫി ഇമാമിൻ്റെ നസ്സുള്ളത് സുബ്ഹ് നിസ്കാരം എന്നുള്ളതാണ്. എന്നാൽ അസ്ർ നിസ്കാരമാണ് നമ്മുടെ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം, സ്വലാത്തുൽ വുസ്ത എന്നുള്ളത്. പക്ഷേ നബിമാം അവിടെ പറയുന്നത് അൽ മുഖ്താറു അസ്സലാത്തുൽ അസ്ർ എന്നുള്ളതാണ്. അത് മുഅ്തമദായിരിക്കെ അതിന് അദ്ദേഹം മുഖ്താർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വൈരുദ്ധ്യം ഉണ്ടായി എന്നുള്ളത് ചില പണ്ഡിതന്മാർ വിമർശനം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്നുള്ളത് വ്യത്യസ്ത പദപ്രയോഗങ്ങൾ കാരണം അർത്ഥത്തിൽ തെറ്റിദ്ധാരണ വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരാൾ മരിച്ചാൽ അവർക്ക് നോമ്പ് ഖളാവ് വീട്ടണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബക്കാർ ഖളാവ് വീട്ടുകയാണോ അതല്ല നോമ്പിന് പകരം ഒരു മുദ്ദ് കൊടുക്കുകയാണോ വേണ്ടത് എന്നുള്ള മസലയാണ്. നോമ്പ് ഖളാവ് വീട്ടുകയാണ് വേണ്ടത് എന്നാണ് ഖദീം അനുസരിച്ച്. ജദീദ് അനുസരിച്ച് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കണമെന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഖദീമാണ് നമ്മുടെ മദ്ഹബിൽ മുഅ്തമദ്. അതിനെ ഉപയോഗിക്കുന്ന പദം, മിൻഹാജിൽ ഉപയോഗിക്കുന്ന പദം അൽഹർ എന്നാണ്. അത് തസ്ഹീഹു തൻബീഹിലേക്ക് പോകുമ്പോൾ മുഖ്താർ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ റൗദയിലേക്ക് പോകുമ്പോൾ അസ്സവാബ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ ഓരോ കിതാബിലും പല അർത്ഥങ്ങളിൽ പല പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. ഇത് കാരണത്താൽ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ മുഖ്താറാണോ മദ്ഹബിൽ മുഅ്തമദാണോ എന്നുള്ളതൊക്കെ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അവസാനമായിട്ട് ഒരു ഇത്തിറാദുള്ളത് മുഖ്താറിനെ അസഹായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. മിൻഹാജിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ മിൻഹാജിൽ പൊതുവേ ഇമാം ഇഖ്തിയാറാത്ത് കൊണ്ടുവരാറില്ല. എങ്കിൽ കൂടി അമ്രദിലേക്ക് നോക്കുക അത് ഹറാമാണ്, ശഹ്വത്തുണ്ടെങ്കിൽ ഹറാമാണ് എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബിൽ മുഅ്തമദ്. എന്നാൽ ശഹ്വത്തില്ലാതെ അമ്രദിലേക്ക് നോക്കലും ഹറാമാണ് എന്ന് അദ്ദേഹം എന്താകുന്നുണ്ട്, ഇഖ്തിയാർ ചെയ്യുന്നുണ്ട്. ഈ മസ്അലയെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അൽ അസഹുൽ മൻസൂസ് അന്നഹു ഹറാമുൻ ബിഗൈരിഹ, അഥവാ ശഹ്വത്തില്ലാതെ തന്നെ നദറുൽ അമ്രദിലേക്ക് നോക്കൽ ഹറാമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അസഹുൽ മൻസൂസ് എന്ന ഉപയോഗമാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അസഹുൽ മൻസൂസ് എന്നതിൻ്റെ അർത്ഥം ശിബ്ര മല്ലസയിൽ പറയുന്നുണ്ട് റാജിഹ് എന്ന അർത്ഥത്തിലാണ്. കാരണം അസഹ് എന്നുള്ളത് സാധാരണ ഉപയോഗിക്കാറ് അസ്ഹാബിൻ്റെ വജഹിനെ കുറിച്ച് പറയുമ്പോഴും മൻസൂസ് എന്നുള്ളത് ഷാഫി ഇമാമിൻ്റെ ഖൗലിനെ കുറിച്ച് പറയുമ്പോഴാണ്. ഇത് രണ്ടുകൂടി ഒരുമിച്ച് വന്നു എന്നുള്ള കരീനത്തനുസരിച്ച് നോക്കുമ്പോൾ ഇത് റാജിഹ് എന്ന അഭിപ്രായത്തിലാണ് ഉപയോഗിക്കുക എന്ന് ശിബ്ര മല്ലസി റഹിമഹുല്ല പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അസഹുൽ മൻസൂസ് എന്ന ഉപയോഗം അതിനെ എതിർത്തുകൊണ്ടാണ് മഹല്ലി ഇമാമും റംലി ഇമാമും ഷർബീനി ഇമാമും അടങ്ങുന്ന പണ്ഡിതർ പറയുന്നത്. എന്നിട്ട് അവർ ഷർഹിൽ പറയുന്നുണ്ട് ഉലിമ അന്നഹു മിൻ ഇഖ്തിയാറാത്തിഹി, ഇത് അദ്ദേഹത്തിൻ്റെ ഇഖ്തിയാറാത്തിൽപ്പെട്ടതാണ്. അതിന് തെളിവായിട്ട് അത് മുഅ്തമദാണ് എന്നുള്ളതിന് തെളിവൊന്നുമില്ല എന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഖതീബ് ഷർബീനി അതുപോലെ തന്നെ റംലി ഇമാം ഇബ്നു ഹജർ തങ്ങൾ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ
ചർച്ച അവസാനിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇമാം നവവിയുടെ ഇഖ്തിയാറാത്തിന് നമ്മുടെ മദ്ഹബിൽ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. എന്നാലും ചില ഇസ്തിലാഹ് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ ചില എത്തിറാദാത്തുകൾ പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.